നീന്തൽ വശമുള്ളവർ പോലും മുങ്ങിമരണത്തിന് ഇരയാകുന്നത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രകുളത്തിൽ നടന്നതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫയർഫോഴ്സും വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന സുരക്ഷാ മുൻകരുതലുകൾ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രകുളത്തിൽ ഒരാൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കുളത്തിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട, അതായത് കുളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമ്മോട് പറയുകയാണ് പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്. ഇന്നലെ വൈകിട്ട് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രകുളത്തിൽ കയ്യൂർ സ്വദേശിയായ അനിൽകുമാർ എന്ന ഒരാൾ നീന്തുന്നതിനിടയിൽ മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ഷേത്രകുളത്തിൽ പ്രത്യേകിച്ച് പയ്യന്നൂർ സമീപകാലത്തായിട്ട് ഓരോ വർഷവും മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മുങ്ങിമരണങ്ങൾ ഇത്തോതിൽ സംഭവിക്കുന്നത്? ഒന്നാമത്, ഈ വരുന്നത് പല ദിക്കിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ ചെറിയുടെ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും വ്യക്തമായ ഒരു ധാരണയില്ലാത്തവരാണ്. അതുപോലെ നമ്മുടെ ഈ കുളത്തിലല്ല, ഏത് കുളത്തിലായി കഴിഞ്ഞാലും നമ്മൾ പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുത്. പിന്നെ രണ്ടാമത്, അവിടെ നടന്ന മുൻകാലങ്ങളിൽ നടന്ന പല സംഭവങ്ങളും പരിശോധിച്ചതിൽ ഒന്ന്, ഭക്ഷണം കഴിച്ചപാട് ആൾക്കാർ കുളത്തിൽ നീന്താൻ ഇറങ്ങി മരണപ്പെടുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചപാട് നമ്മൾ ഒരു കാരണവശാലും നീന്താൻ ഇറങ്ങരുത്. അതുപോലെ തന്നെയാണ് മദ്യപാനം. മദ്യപിച്ചുകൊണ്ട് ആൾക്കാർ നീന്താൻ ഇറങ്ങി കുളത്തിൽ മുങ്ങി മരിച്ച ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മദ്യപിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ മനസ്സും വർക്ക് ചെയ്യില്ല, നമ്മുടെ ശരീരവും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു നീന്തൽക്കാരനാണെങ്കിൽ കൂടി ഇത്തരം സാഹചര്യങ്ങളിൽ നീന്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും വെള്ളത്തിൽ മുങ്ങിത്താഴും. അതുപോലെ തന്നെയാണ് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവർ, അതുപോലെ അപസ്മാരം പോലുള്ള രോഗങ്ങളുള്ളവർ, ഇവരൊന്നും നീന്താൻ പോയി നമുക്ക് തോന്നും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്തായിരിക്കും ചില സമയത്ത് നമുക്ക് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറ്റാക്ക് പോലുള്ള സംഗതികളൊക്കെ വരുന്നത്.